ഓൾ റൈറ്റ് ഫ്രണ്ട്സ്, നിങ്ങൾ മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞ ഒരു ബോക്സറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോണി ഡെപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ട് കാണുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ മാക് ഹാമറും ടൈഗർ വുഡ്സ് എന്ന് പറഞ്ഞ ഗോൾഫറും ഇവരെ പറ്റിയൊക്കെ കേട്ട് കാണുമായിരിക്കും. ഇവരെല്ലാവരും അവരവരുടെ ഫീൽഡ്സിൽ ടോപ്പേഴ്സ് ആയിരുന്നു, ഭയങ്കര ഷൈനിങ് സ്റ്റാർസ് ആയിരുന്നു, ധാരാളം പണം സമ്പാദിച്ചു. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് പണമൊക്കെ കിട്ടുമെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അവസാനം ഇവരെല്ലാം കൂടെ ബാങ്ക്രപ്സി ഫയൽ ചെയ്തു ജീവിതത്തിൽ. അതെന്തുകൊണ്ട് പറ്റി? സിമ്പിൾ കാര്യമാണ്, അവർ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് കോളേജിൽ പോയി ഒരു ഫിനാൻസിൻ്റെ ഡിഗ്രി എടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മുടെ ഫിനാൻസസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. അതുമാത്രമല്ല, പലപ്പോഴും ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ലോട്ടറി നേടി ഫസ്റ്റ് പ്രൈസൊക്കെ അടിക്കുന്ന അണ്ണന്മാരുണ്ടല്ലോ. 10, 25, 30 കോടി രൂപ സമ്മാനമൊക്കെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിൽ എവിടെയെങ്കിലും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ? കൂടുതലും പേർക്ക് പറ്റിപ്പോകുന്നത് എന്താണെന്നറിയാവോ? അവർ ദൂർത്തടിച്ച് കളഞ്ഞിട്ട് ഉള്ള കാശെല്ലാം സ്വഹായിപ്പോവും. എന്നിട്ട് പിന്നെയും പഴയ ജോലി ചെയ്യാനായിട്ട് അവർക്ക് മുമ്പോട്ട് പോകേണ്ടി വരുന്നുണ്ട്. അതെന്താണ് ഇങ്ങനെ? ഓൾ ബിക്കോസ് ദേ ആർ നോട്ട് ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ്. അന്നേരം ജീവിതത്തിൽ എന്തൊക്കെ കാരണവശാൽ നമുക്കിങ്ങനെയൊക്കെ പെട്ടുപോകുന്നു എന്നുള്ള കാര്യം അറിയണ്ടേ? സോ ചില പോയിന്റ്സ് ഞാൻ സംസാരിക്കാം, എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാപ്സിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട 10 സാമ്പത്തിക പിഴവുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 11ഉം 12ഉം പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നടത്താം. പക്ഷെ 10 ഒരു ലിമിറ്റ് ആയതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ റൊണാൾഡ് റീഡ് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ ജോണി ഡെപ്പിനെയും ടൈഗർ വുഡ്സിനെയും മൈക്ക് ടൈസനെയും മെക്ഹാമറെയും കുറിച്ചൊക്കെ കേട്ട് കാണുമെങ്കിൽ പോലും റൊണാൾഡ് റീഡ് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ച് കേട്ടിരിക്കുവാൻ ചാൻസ് വളരെ കുറവാണ്. അദ്ദേഹം എന്തായിരുന്നു ജോലി എന്നറിയാമോ? പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുക, പിന്നെ ജാനിറ്റർ പരിപാടി. ജാനിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ്സും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹം ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 2014 അദ്ദേഹം മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിട്ടാണ് മരിച്ചത്. പണി ചെയ്തത് എന്താണ്? ജാനിറ്ററും പെട്രോൾ പമ്പിൻ്റെ അറ്റൻഡൻറ്റും. ഈ 2 പരിപാടിയാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അന്നേരം ഇദ്ദേഹത്തിന് ഈ ഫിലാന്ത്രോപ്പി ചെയ്യണമെങ്കിൽ നല്ലപോലെ കാശ് വേണ്ടേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ $8 മില്യൺ ഉണ്ടാക്കി. അദ്ദേഹം ഈ പണി ചെയ്തിട്ട് $8 മില്യൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ആരായിരിക്കും? അന്നേരം ഇദ്ദേഹം ഫിലാന്ത്രോപ്പി ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പുള്ളി നല്ലപോലെ ശേഖരിച്ചു. എന്നിട്ട് ജീവിതത്തിൻ്റെ അവസാനമായപ്പം സ്വയത്തിന് വേണ്ടി നല്ലപോലെയൊക്കെ ചെലവഴിച്ചു. പക്ഷെ പിന്നെയും ധാരാളം പണം ഉണ്ടായിരുന്നു. ഈ പണമെല്ലാം അദ്ദേഹം ജനങ്ങൾക്ക് നന്മ ചെയ്തിട്ട് അങ്ങ് കൊടുത്തു. ഫിലാന്ത്രോപ്പിസ്റ്റ് റൊണാൾഡ് റീഡ്, ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ മറന്നുപോകരുത്. അതുപോലെ തന്നെയാണ് ആരെങ്കിലും ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവരുടെ ജീവിതത്തിലും ഭവിക്കുന്നത്. പക്ഷെ ഫിനാൻഷ്യലി അൺഎഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈക്ക് ടൈസൻ്റെ കൂട്ടൊക്കെ പോയെന്ന് വരും. അങ്ങനെ ആദ്യത്തെ പിഴവ് നിങ്ങൾ ഓൾറെഡി ഒഴിവാക്കി. അതെങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച്, ഫിനാൻഷ്യൽ നോളജിനെ കുറിച്ച്, മണി മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ് ഇതിനെപ്പറ്റിയൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി. ഇനിയും അധികം താമസിയാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ അങ്ങ് ചെയ്തേര്. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. ഇപ്പോൾ നമുക്ക് ഒത്തിരി സമ്പാദിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് കാത്തുകൊള്ളണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇങ്ങനെ അങ്ങ് ചോർന്നു പോകും, വെള്ളം ചോരുന്ന പോലെ അങ്ങ് ചോർന്നു പോകും. എന്നിട്ട് പിന്നെ പഴയ ഗതിയിലോട്ടായി വരും. അന്നേരം മണി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ നോളജ്, ഇൻവെസ്റ്റിംഗ് ഈ വക കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും. പക്ഷേ ഇതിൻ്റെയൊക്കെ കീ എന്താണ്? ഫിനാൻഷ്യൽ നോളജ്. അടുത്ത പോയിന്റ്, നമ്മുടെ വരവിനെക്കാട്ടും കൂടുതൽ ചിലവുണ്ടെങ്കിൽ പെട്ടുപോയത് തന്നെ കേസ്.
അത് പലർക്കും അറിയുന്നില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ അവർക്ക് വരവിനെ അനുസരിച്ച് അവർ ചിലവാക്കത്തുള്ളായിരുന്നു. ഇപ്പോഴെന്താണ്, ഇപ്പം പല സൗകര്യങ്ങൾ വന്നിരിക്കുന്നു. അന്നേരം നമുക്ക് ഇച്ചിരി കടമെടുക്കാൻ ഈസിയാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അങ്ങേയറ്റത്തെ പലിശയാണെങ്കിൽ പോലും നമ്മൾ അപ്പോഴത്തെ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു മോഹം നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ ദുരന്തത്തിലേക്കാണ്. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫ് അവർ പലയിടത്തും പോയിട്ട് നമ്മളെ മോഹിപ്പിക്കും. എന്നിട്ട് ഇവിടെ ഇതുണ്ട്, അതിവിടെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവൻ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ശമ്പളം വാങ്ങുന്നവൻ, അവനും കൂടെ ഒരു ട്രിപ്പിന് അങ്ങോട്ട് തന്നെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇത് നോർമലാണല്ലോ, ഇത് നമുക്കും കൂടെ അങ്ങ് പോയാൽ പോരെ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ അങ്ങ് വാങ്ങുകയാണ്. അന്നേരം നമുക്ക് ഉള്ളിൽ ഒരു മോഹം ഒതുക്കുക, അത് ഞാനെന്തിനാ ഈ പഴഞ്ചിടാക്ക് വണ്ടിയും കൊണ്ട് നടക്കുന്നത്, ഞാനും ഒരു പുതിയ ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് വരുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ ആശ്രയിക്കുന്ന ഏതാണ്? പേഴ്സണൽ ലോൺസ്, കാർ ലോൺസ്, അല്ലെങ്കിൽ പല ലോൺ ഒന്നും പറ്റിയില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്. ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുകയാണ് ജീവിതം മുഴുവൻ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ചിട്ട് കടം കയറി ജീവിതം ഫുള്ളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് എന്താണ്? ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ്. ഈ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡിനകത്ത് ഒട്ടുമുക്കാൽ സാധനവും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് വേണ്ടിയിരുന്നെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും, പക്ഷെ പെട്ടുപോകും. അങ്ങനെയാണ് നമ്മുടെ ചിലവുകൾ നമ്മുടെ വരവിനെക്കാട്ടും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് നിങ്ങൾ പോവർട്ടിയിലേക്കുള്ള റോഡ് ഹൈവേയിലോട്ട് പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. മൂന്നാമത്തെ പോയിന്റ്, പ്ലാനിങ് ചെയ്തിരിക്കണം. ചൈനീസ് ഫിലോസഫർ ഉണ്ടായിരുന്നു, സുൻ സു എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ബുക്കാണ് ദ ആർട്ട് ഓഫ് വാർ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജയിക്കുന്ന യോദ്ധാക്കൾ അവർ ജയിച്ചു കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ തോക്കുന്ന യോദ്ധാക്കളാണ് അവർ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജയിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ത്യ ചൈന ബോർഡർ സ്ക്രിമിഷിൽ അവർ യൂസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് വാറാണ്. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, അവരാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. എന്തിനാണ് അവരെ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്? അവർ ഓൾറെഡി പ്ലാൻഡ് ആണ്. അവർക്കറിയാം ഇന്ത്യൻ പടയാളികളുടെ നീക്കങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ ഉണ്ട്. അന്നേരം ദേ ക്യാൻ ആക്ച്വലി പ്രിയംപ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ത്യൻ സോൾജേഴ്സ് എപ്പോഴും ഈ സർപ്രൈസ് നേരിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കൈയും കാലും ഇട്ട് അടിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിലും. നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. നമുക്ക് എത്ര ചിലവുണ്ട് അതിനനുസരിച്ച് ബജറ്റ് ഫിക്സ് ചെയ്യണം. സ്ട്രൈറ്റ് അവേ ഒരു 30-40% ഇൻവെസ്റ്റ്മെൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ബജറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ പ്ലാനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഈ പ്ലാൻ ചെയ്തവനാണ് എപ്പോഴും ജയിക്കുന്നത്. അല്ലാതെ ഈ ഇൻഫ്ലുവൻസറും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവൻ്റെ ചില കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ പുറകിന് പോകുന്നവനൊന്നും ഒരിക്കൽ പോലും റിച്ച് ആകത്തില്ല. ഹീ ഈസ് ഓൺ ദ ഹൈവേ ടു പോവർട്ടി. നാലാമത്തെ പോയിന്റ്, അഡിക്ഷൻസ്. നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ? ഡ്രഗ്, ആൽക്കഹോൾ, ഗാംബ്ലിംഗ്, സ്മോക്കിംഗ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള അഡിക്ഷൻസിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം അധോഗതിയാണ്. അത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ഈ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അഡിക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് കൊണ്ട് നമ്മളെ അധോഗതിയിലോട്ട് കൊണ്ടെത്തിപ്പിക്കുന്നത്. അങ്ങനെ ക്രേവിങ് ചെയ്തിട്ട് ഈ വക കാര്യങ്ങൾക്കകത്ത് നമ്മൾ അഡിക്റ്റഡ് ആകുമ്പോൾ ക്രേവിങ് വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ചിലപ്പം കുറേ മാസങ്ങളുടെ കേസേ ഉള്ളൂ, നമ്മൾ ഓൺ ദ ഹൈവേ ടു പോവർട്ടിയിലോട്ടാണ് വെച്ച് പിടിച്ച് പോകുന്നത്. അത് ഓർത്തോണം, അവിടെ നിന്നും രക്ഷപ്പെട്ടോണം. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതലും പറ്റുന്ന ഒരു പറ്റ്. നമ്മൾ പലപ്പോഴും പല ഇൻസ്ട്രുമെൻസിനകത്തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ചിലപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയെന്ന് വരെ വരും. പക്ഷേ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തോണം. നമുക്ക് സത്യമായിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇനി മനസ്സിലാക്കുവാനും നമ്മളെ തന്നെ ദൃഢപ്പെടുത്തുവാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. അല്ലാതെ മറ്റുള്ള എല്ലാവരും കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ മാത്രം മിസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏതോ വലിയ ഞാൻ പിന്തള്ളപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയുണ്ടോ? എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്ത സാധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്.
2021 ഡോജ് കോയിൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ക്രിപ്റ്റോ കറൻസി ആയിരുന്നു ഡോജ് കോയിൻ. അത് തുടങ്ങിയപ്പോഴേ അതൊരു സ്കാം എന്ന് പറയേണ്ട കാര്യമില്ല, ഒരു ജോക്കായിട്ടാണ് തുടക്കിയത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇലോൺ മസ്കും ഇട്ടു. അങ്ങനെ 2-3 വലിയ വലിയ ആൾക്കാരും കൂടെ ഡോജ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രചരണം. ലോകത്തിലുള്ളവരെല്ലാവരും ഡോജ് കോയിനിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താ, നമ്മുടെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നവരെല്ലാവരും പറയുക ഞാനും ഡോജ് കോയിനിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആഹപ്പാടെ അന്താളിപ്പ്, അയ്യോ ഞാൻ ഇട്ടില്ലല്ലോ, ക്രിപ്റ്റോ കറൻസി അല്ലേ സാധനം. അങ്ങനെ പലരും ഈ ഡോജ് കോയിനിൽ കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തു. അന്നേരം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴെന്തായിരുന്നു, നമ്മുടെ ആ പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഷെയർ മാർക്കറ്റ്. അതുപോലെ അതിൻ്റെ ഒരു ക്രിപ്റ്റോയുടെ ഒരു വേരിയൻ്റ് ആയിരുന്നു. 74 സെൻറ്റ് വരെ പോയി ഇതിൻ്റെ വാല്യൂ ഒരു സമയത്ത്. ഇത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒത്തിരി ആൾക്കാർ വാങ്ങുമ്പോൾ 74 സെൻറ്റ് വരെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഡംപ് പരിപാടി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 17 സെൻറ്റ് വന്നിട്ട് ഇത് താഴെ വീണു. അന്നേരം ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വളരെ നല്ല നഷ്ടം വന്നിട്ടുണ്ട്. കാരണം എന്താണ്, അവർക്ക് ശരിക്കും ഈ സാധനം എന്താണെന്ന് അറിയാതെ മറ്റുള്ളവരെല്ലാവരും കൂടെ ഇരച്ചു കയറുന്നത് കൊണ്ട് ഞാനും കൂടെ അങ്ങ് ഇരച്ചു കയറാം, അല്ലെങ്കിൽ ഞാൻ പിന്തള്ളപ്പെടുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അവരും കൂടെ കയറിയതാണ്. പക്ഷെ പെട്ടുപോയി. അങ്ങനെ ഒരു പരിപാടിക്കകത്ത് നമുക്ക് മനസ്സിലാകാത്ത ഒരു സാധനത്തിനകത്ത് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് നമ്മളെ സാമ്പത്തികമായിട്ട് നമുക്കൊരു പണി തന്നിരിക്കും. 6ാമത്തെ ട്രാപ്പ്, ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം എന്ന് പറഞ്ഞ സ്കീം കേട്ടിട്ടുണ്ടോ? നമ്മൾ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ നമ്മൾ കുറേ പണം കൊടുക്കുകയാണ്. അത് 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി 5 ഇരട്ടി ആയിട്ട് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തിരികെ കിട്ടുന്നതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? അങ്ങനെ കുറേ സ്കീമുകളുണ്ട്. ആ സ്കീമുകൾ അതിൻ്റെ പേര് ചിലപ്പം ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് പുവർ ക്വിക്ക് ട്രാപ്പാണത്. അല്ലാതെ അതിനകത്ത് നമ്മൾ റിച്ച് ഒന്നും ആകുന്നില്ല, നമ്മളൊരു ട്രാപ്പിനകത്ത് കയറുവാണ്. നമുക്കൊരു റിസ്ക്കും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് റിസ്ക് ആയിട്ട് മാറുന്നതെന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പോൺസി സ്കീം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോൺസി സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറേ പേരെ ട്രാപ്പ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. എന്നിട്ട് അവരോട് പറയും നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് 20% കൂടുതൽ തരും. അതിന് 20% കൂടുതൽ തരാൻ എവൻ എന്തെങ്കിലും ഒരു പണി ചെയ്യണ്ടേ, എന്തെങ്കിലും ഒരു കമ്പനി നടത്തണം, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അതൊന്നും ചെയ്യാതാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതെങ്ങനെയാണ് നടത്തുന്നതെന്നറിയാം. പിന്നെ പുതിയ ഇരകളെ തേടിക്കൊണ്ട് നടക്കുക. ആ പുതിയ ഇരകളിൽ നിന്നാണ് യവനുള്ള 20% പ്രിൻസിപ്പളും കൂടെ കൊടുക്കുന്നത്. യവൻ ആദ്യത്തെ സമയത്തൊന്ന് കിട്ടിക്കഴിയുമ്പോൾ യവൻ തന്നെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇരയായിട്ട് തന്നെ വരും. അങ്ങനെ ഈ ചക്രം കറങ്ങി ഒരു ദിവസം ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നഷ്ടം സംഭവിക്കുന്നവന് നഷ്ടം വരും. അതുപോലെ തന്നെ MLM സ്കീം എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അവർ ചില ആൾക്കാരെയൊക്കെ കൊണ്ട് അങ്ങനെ ടെസ്റ്റ് മണി ആയിട്ട് വെക്കും. പറയുന്നത് യവൻ വന്നപ്പോൾ യവൻ്റെ ആനുവൽ ഇൻകം വെറും 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതേണ്ട 10 കോടി രൂപയുടെ സ്വത്തിൻ്റെ മുകളിലാണ് ഇവൻ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും അതല്ലാതല്ലോ, എന്നാൽ ഞാനും അതിനകത്തോട്ട് അങ്ങ് ചേരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുക്കുകയാണ് അറക്കാനായിട്ട്. ആ പരിപാടിയാണ്. അതാണ് ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. അതിനകത്ത് പെട്ടുപോകരുത്. പെട്ടുകഴിഞ്ഞാൽ യു ആർ ഓൺ ദ ഹൈവേ ടു പോവർട്ടി. 7ാമത്തെ പോയിന്റ്, ഇതും ബജറ്റ് ഫിക്സ് ചെയ്ത് ചിലവുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സേവ് ചെയ്തിരിക്കണം. എന്തിനാണ് സേവ് ചെയ്യേണ്ടത്? ഒരു എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 6 മാസത്തെ നിങ്ങളുടെ ചിലവിൻ്റെ സകല പരിപാടിയും കൂടെ സേവ് ചെയ്ത് വെച്ചിരിക്കണം. അത് ഏത് എമർജൻസി വന്നാലും എടുത്ത് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ്. പക്ഷേ നിങ്ങൾ അൺകൺട്രോൾഡായിട്ട് സ്പെൻഡിങ് ചെയ്യുക, ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിൽ ഡെറ്റ് കയറുക, ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി ചെയ്യുന്നവർക്ക് വേണ്ടി ഇതൊന്നും രക്ഷപ്പെടുന്ന മാർഗമല്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എമർജൻസി ഫണ്ട്. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പുതിയ ജോലി കണ്ടെത്തുന്നിടം വരെയെങ്കിലും ഒന്ന് നിലനിൽക്കാനുള്ള പരിപാടികൾ വേണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരു കരുത്ത് കിട്ടും. ഇത് 8ാമത്തെ പോയിന്റാണ്. നമ്മുടെ ചിലവുകൾക്കകത്ത് നമ്മൾ ലയബിലിറ്റി വലിച്ചു വാരി കൂട്ടേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിന് ഒരു കാർ വേണം, തീർച്ചയായിട്ടും ഒരു വീട് വേണം, അത് തീർച്ചയായിട്ടും. പിന്നെ എപ്പോഴും കമ്പനിക്കാർ, ഈ മൊബൈൽ ഫോൺ കമ്പനിക്കാർ, കമ്പ്യൂട്ടർ കമ്പനിക്കാർ, അവരൊക്കെ പുതിയ പുതിയ മോഡലുകൾ എടുത്തുകൊണ്ട് വരും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ വാങ്ങരുത്, പഴയ മോഡൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മോശമായി നമ്മുടെ ആവശ്യത്തിന് അത് ഒതുങ്ങുന്നില്ലെങ്കിൽ പിന്നെ വാങ്ങിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. കാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോറൂമിൽ നിന്ന് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് റോഡിലോട്ട് എത്തിപ്പിക്കുമ്പോൾ തന്നെ ഒരു 10% ഡിപ്രീഷിയേറ്റ് ആയി കഴിഞ്ഞു. അത് ഭയങ്കര ഫാസ്റ്റ് ഡിപ്രീഷിയേറ്റിംഗ് സാധനങ്ങളാണ്.
പിന്നെ EMI കൊടുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ അവസാനം ആ കാറ് നമ്മുടെ പേരിലിരിക്കുമായിരിക്കും. പക്ഷേ അത് ഒരു ലയബിലിറ്റി ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. ഇറ്റ്സ് എ ഫാസ്റ്റ് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ്. എന്നിട്ട് നമ്മൾ ഒറിജിനലി വാങ്ങുന്ന കാശല്ല കൊടുത്തു തീരുന്നത്, അവസാനം വരെ കൊടുത്തു തീരുമ്പോഴത്തേക്ക് അതൊരു ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ കാർ ആൻഡ് ദ മണി യു ഹാവ് പെയ്ഡ്. വീടിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ താമസിക്കുന്ന ഒരു വീട് വേണമല്ലോ, അത് ലയബിലിറ്റി ആയിട്ട് ഇരുന്നോട്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത നമ്മൾ വീട് വാങ്ങുക, നല്ല ലൊക്കേഷനിൽ വീടൊക്കെ കിട്ടുവാണെങ്കിൽ പോലും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് നോക്കണം. അല്ല ചുമ്മാ അത് അടച്ചു പൂട്ടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും ലയബിലിറ്റി കുറയ്ക്കാനും അസറ്റ് കൂട്ടുവാനുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചേക്കണം. 9ാമത്തെ പോയിന്റ്, നമുക്ക് എത്ര കാശുണ്ടെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യം നന്നായില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അതുമാത്രമല്ല, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വ്യായാമം ചെയ്യണം. എന്നിട്ട് സ്ട്രെസ് ഫ്രീ ലൈഫ്, അനാവശ്യമായ ശണ്ടയ്ക്കും വഴക്കിനും ഒന്നും പോകാതെ ജീവിതം സുഖകരമായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ 10ാമത്തെ പോയിന്റ്, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആരാണ്, നമ്മൾ ഏത് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അതാണ് നമ്മുടെ പ്രോഗ്രസീവ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു സെയിങ് ഉണ്ട്, ഇഫ് യു ആർ ദ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം യു ആർ ഇൻ ദ റോങ് റൂം. നമ്മുടെ കൂടെ നടക്കുന്നവരൊക്കെ നമ്മളെക്കാട്ടി സ്മാർട്ടായെങ്കിൽ നമ്മൾ ആ ലെവലിലോട്ടൊന്ന് പൊങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളാണ് മറ്റുള്ളവരെക്കാട്ടിലൊക്കെ സ്മാർട്ടാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം അധോഗതിയാണ്. ഇത് സാറുമാരെ കുറിച്ചല്ല പറയുന്നത്. ഒരു ക്ലാസ്സിനകത്ത് ചിലപ്പോൾ സാറായിരിക്കും സ്മാർട്ടസ്റ്റ്, അവരെ ഒഴിച്ചു വെച്ച് ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മളെക്കാട്ടി സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോകണം. ഇപ്പോൾ നമ്മുടെ കൂടെ കിടക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഈ ഗെയിമിങ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഗെയിമിനെ കുറിച്ചേ സംസാരിക്കത്തുള്ളൂ. ക്രിക്കറ്റിൻ്റെ ഫാൻസ് ആണെങ്കിൽ അവർ ക്രിക്കറ്റിനെ പറ്റിയേ സംസാരിക്കത്തുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ കുറിച്ചേ സംസാരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നടക്കുന്നവർ ഗാംബ്ലർസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആണെങ്കിലോ നമ്മൾ പിന്നെ അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യും. പിന്നെ ടൈഗർ വുഡ്സിൻ്റെ കൂട്ടമൊക്കെ അങ്ങ് നടക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ നമ്മുടെ ലെവലിലോ അല്ലെങ്കിൽ നമ്മളെ മുകളിലോട്ട് ഉയർത്താൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ പോയി ഒഴിഞ്ഞു മാറുകയാണ് ഭേദം. 10 എണ്ണമായല്ലോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു തരാം. So till we meet again, peace.